നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉള്ള പറ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ? 2 പാർട്ടായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വരണേ. 11th എങ്ങനെയായിരുന്നു? ഒരൊറ്റ പാട്ടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് 13 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, 11th പഠിച്ച ചാപ്റ്റേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ 12th പഠിക്കണം കേട്ടോ. അപ്പോൾ 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താ? എടുത്തേ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എല്ലാവരുടെയും കയ്യിൽ? ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നിങ്ങൾ 11th പഠിച്ചിട്ടില്ലേ? അപ്പോൾ 11th പഠിച്ച ചാപ്റ്റേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ 12th പഠിക്കണം കേട്ടോ. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ടോട്ടൽ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റേഴ്സിൽ കൂടെ വരാം കേട്ടോ. ആദ്യം നമുക്ക് ചാപ്റ്റർ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇനി so first chapter relations and functions. Next inverse trigonometric functions. ഈ 2 ചാപ്റ്ററിൽ നിന്നും കൂടി 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് മെട്രിസസ്, then determinants. ഈ 2 ചാപ്റ്ററിൽ നിന്നും 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വരിക. ഓൾജിബ്ര പോർഷൻ ആണ്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് ബോർഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? എനിക്ക് ഇതിലും പോർഷൻ കാണാൻ പറ്റുന്നില്ല എന്നെ പറയണോ കേട്ടോ. ഓക്കെ, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിന് 10 മാർക്സ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഈ മെട്രിസസും ഡിറ്റർമിനൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 11th? ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ന്യൂ ടോപ്പിക് ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് 11th പഠിച്ചിട്ടുണ്ട്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് continuity and differentiability. Application of derivatives, integrals, application of integrals, and differential equations. ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് 35 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഏതൊക്കെ ചാപ്റ്റേഴ്സാ? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത് കാൽക്കുലസ് പോർഷൻ ആണ് കേട്ടോ. കാൽക്കുലസ് പോർഷൻ ആണ്. ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്നും കൂടി 35 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. നോട്ട് ചെയ്തോ? കഴിഞ്ഞോ? നെക്സ്റ്റ് വെക്ടർ ആൾജിബ്ര, vector algebra, 3-dimensional geometry. (14 marks).
vector algebra, 3-dimensional geometry, 14 marks. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. നെക്സ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ്. Linear programming, 5 marks. And probability, 8 marks. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ ഇങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരിക. ഹയസ്റ്റ് മാർക്സിന് ചോദിക്കുന്ന ടോപ്പിക് ഏതാ? ഏതാ? കാൽക്കുലസ് പോർഷൻ ആണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ 11th ഇല്ലേ? ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 5 ചാപ്റ്റേഴ്സിന് എത്ര മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 35 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന ദിവസം മുതലേ പഠിച്ചു തുടങ്ങാം കേട്ടോ. എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോപ്പർ റിവിഷനും എല്ലാത്തിനും ടൈം കിട്ടുള്ളൂ കേട്ടോ. 11th പോർഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. എന്നാൽ പോലും കുറച്ചും കൂടെ ഡെപ്തിൽ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3rd ചാപ്റ്റർ ആണ്. മെട്രിസസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈസി ചാപ്റ്റർ ആണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, റൈറ്റ് ദ ഹെഡിങ് ചാപ്റ്റർ 3 മെട്രിസസ്. ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ എല്ലാവരും? ഓൺലൈൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, റബ് ചെയ്യാലോ. Chapter 3 Matrices. So write the definition. A matrix is an ordered rectangular array. A matrix is an ordered rectangular array. A matrix is an ordered rectangular array of numbers or functions.
A matrix is an ordered rectangular array of numbers or functions. എന്താണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വാട്ട് ഇസ് എ മെട്രിക്സ്? മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ എറേ, ഓർഡേർഡ് റെക്ടാങ്കുലർ എറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ അല്ലെ. എങ്ങനെയായിരിക്കും മെട്രിക്സ് വരാ? സപ്പോസ് 2, 3, 4, 5 ഇതൊരു മെട്രിക്സാ. ഇതൊരു മെട്രിക്സിന് എക്സാമ്പിളാ. ഇവിടെ എന്താ നമ്മൾ ചെയ്തേക്കുന്നത്? നമ്പേഴ്സ്. ഇവിടെ നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തേക്കാം. ഇവിടെ ഇത് ഓർഡേർഡ് ആണ്. ഈ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഓർഡറിൽ ഓരോ നമ്പേഴ്സിനെ റെക്ടാങ്കുലർ എറേ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെട്രിക്സ് എന്ന് പറയാ. ക്ലിയർ ആണോ? മെട്രിക്സ് എന്താണ്? ഇറ്റ് ഈസ് എൻ ഓർഡേർഡ് റെക്ടാങ്കുലർ എറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഇതിന്റെ എലമെന്റ്സ്, ഇതിനെ നമ്മൾ എന്താ പറയുക? ഇത് ഓരോന്നും എലമെന്റ്സ് ആണ് നമ്മുടെ മെട്രിക്സ്. ഇതിനെ ഞാൻ മെട്രിക്സ് എ എന്ന് വിളിക്കുകയാണ്. എന്റെ മെട്രിക്സ് എ എന്താ? 2, 3, 4, 5. ഓക്കെ. ഈ ഓരോ ടേംസിനെയും നമ്മൾ എന്താ പറയാ? എലമെന്റ്സ് ഓഫ് ദ മെട്രിക്സ് എന്നാ പറയാ. അല്ലെങ്കിൽ എന്ത് പറയും? എൻട്രീസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയും. എന്താ പറയാ? എലമെന്റ്സ് ഓർ എൻട്രീസ് ഓഫ് ദി മെട്രിക്സ്. ഓരോ എലമെന്റ്സ് അല്ലെങ്കിൽ ഓരോ ടേംസിനെയും നമ്മൾ എന്താ പറയാ? എലമെന്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? എൻട്രീസ് എന്ന് പറയും. ഓക്കെ. ഇനി ഈ മെട്രിക്സിന് എന്തൊക്കെയുണ്ട്? എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്? ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റും ഉണ്ട്, വെർട്ടിക്കൽ അറേഞ്ച്മെന്റും ഉണ്ട് അല്ലെ. ഈ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എങ്ങനെയാ പറയാ? നോക്കിയേ. ഫസ്റ്റ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എന്താ? 2, 3. നെക്സ്റ്റ് 4, 5. ഇതിന് നമ്മൾ എന്താ പറയാ? റോസ്. എന്താ പറയാ? റോസ്. കിട്ടിയോ? വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് നമ്മൾ എന്താ പറയാ? കോളംസ്. ഓക്കെ. കിട്ടിയോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്തായിരുന്നു മെട്രിക്സ്? എ മെട്രിക്സ് ഈസ് എൻ ഓർഡേർഡ് റെക്ടാങ്കുലർ എറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഇനി ഈച്ച് ടേംസ് എന്താ പറയാ? എലമെന്റ്സ് ഓർ എൻട്രി ഓഫ് എ മെട്രിക്സ് അല്ലെ. ഇനി ദ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് ഇൻ കോളംസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എഴുതിക്കോളൂ. മെട്രിക്സിന്റെ ഡെഫിനിഷൻ എഴുതിയില്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ്. ദി ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെന്റ്സ്, ദി ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സ്, ദി ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സ്, the horizontal lines of elements constitute horizontal line of elements നമ്മൾ എന്താ പറയാ? rows. The horizontal lines of elements constitute rows of the matrix. Constitute rows of the matrix. Rows of the matrix. Next point. The vertical lines of elements, the vertical lines of elements, the vertical lines of elements constitute columns of the matrix. COLUMNS. The vertical lines of elements constitute columns of the matrix. എഴുതിയോ? Next subheading, order of a matrix. Order of a matrix. Order of a matrix. Order of a matrix. In the next line, write a matrix having m rows, small letter m rows and n columns. A matrix having m rows and n columns is called a matrix of order, a matrix of order m by n. ബോർഡിലോട്ട് നോക്കിയേ. എങ്ങനെ എഴുതാ? m by n. ഈ ക്രോസ് മാർക്കിനെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യാ? ബൈ.
m by n. A matrix having m rows and n columns is called a matrix of order m by n. കഴിഞ്ഞോ? ഒരു മെട്രിക്സിന് നമ്മൾ പറഞ്ഞു മെട്രിക്സിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെന്റ്സ് നമ്മൾ എന്താ വിളിക്കുക? റോസ് ഓഫ് ദ മെട്രിക്സ് എന്ന് വിളിക്കും. വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സിനെ വി കോൾ ഇറ്റ് ആസ് കോളംസ് ഓഫ് ദ മെട്രിക്സ്. ഇവിടെ എത്ര റോസ് ഉണ്ട്? റോസ് എത്രയാണ്? നമ്പർ ഓഫ് റോസ് ഓഫ് എ എത്രയാ? 2. നമ്പർ ഓഫ് കോളംസ് എത്രയാ? 2. So what is the order of this matrix? If a matrix has m rows and n columns, then its order will be what? m by n. m rows ഉം n columns ആണ് ഉള്ളതെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? m by n. എങ്ങനെ ഇത് റീഡ് ചെയ്യാ? m by n അല്ലേ? ഇവിടെ നമുക്ക് എത്ര റോസ് ആണ്? 2 റോസും 2 കോളംസും. So what is the order of A? 2 by 2. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതും കേട്ടോ, 2 by 2. ക്ലിയർ ആണോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്താ മെട്രിക്സ് എന്ന് പറഞ്ഞു. വാട്ട് ഇസ് എ മെട്രിക്സ്? A matrix is an ordered rectangular array of functions or numbers. പിന്നെ എന്താ പറഞ്ഞേ? എന്താണ് റോസ്, എന്താണ് കോളംസ് എന്ന് പറഞ്ഞു. അതിന് പിന്നെ എൻട്രീസ് എന്താന്ന് പറഞ്ഞില്ലേ? എന്താ എൻട്രീസ്? Terms of the matrix is called entries or elements of the matrix. Now, what do you mean the rows of a matrix? The horizontal line of elements is called rows of the matrix, and what is column? Vertical line of elements is called columns of the matrix. Suppose a matrix is having m rows and n columns, and what will be the order of the matrix? m by n. Clear ആണല്ലോ? ഇനി നമ്മൾ ഓരോ എൻട്രീസിനെയും ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ്. സ്മോൾ ലെറ്റർ എ. ഇനി ഓരോ എലമെന്റ്സ് ഇതെല്ലാം എകളാ. ഇനി ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ജെ ഇങ്ങനെയും കൂടെ കൊടുക്കും. ഇതിനകത്ത് ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോ, ഇൻ വിച്ച് റോ, ഏത് റോയിലാണ് ഈ എലമെന്റ് ബിലോങ് ചെയ്യുന്നത്. ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ 2 by 2 ഓർഡർ ഉള്ള മെട്രിക്സ് തന്നെ എടുക്കാം. 2 by 2 എന്ന് പറഞ്ഞാൽ എന്താ? എത്ര റോസ് ഉണ്ടായിരിക്കും? 2 റോസ് ഉണ്ടായിരിക്കും, 2 കോളംസ് ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് എലമെന്റ് എ, നമ്പർ എന്താ? ഐ എന്തായിരിക്കും? ഏത് റോയിലാ വരിക? ഫസ്റ്റ് റോ. സോ 1. ഏതാ കോളം? ഫസ്റ്റ് കോളം. സോ A11. ഫസ്റ്റ് എലമെന്റ് ഏതാ? A11. ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് ഏതായിരിക്കും? A12. ഫസ്റ്റ് റോ അല്ലെ? ഫസ്റ്റ് റോയാണ് ഇത്. റോ 1, സെക്കൻഡ് റോ. ഇത് കോളം 1, കോളം 2. ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം അല്ലെ? ഇനി ഇവിടുത്തെ എലമെന്റ് എന്തായിരിക്കും? എ റോ. എത്രാമത്തെ റോയാ? 2. വിച്ച് കോളം? ഫസ്റ്റ് കോളം. നെക്സ്റ്റ് എലമെന്റ് A22. ഇവിടുത്തെ എലമെന്റ് എന്തായിരിക്കും? A13. ഇവിടെ A23. ഇവിടുത്തെയോ? A31, A32, A33. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, സോ AIJ എന്നാണ് ജനറലി നമ്മളൊരു ടേം ഓഫ് എ അല്ലെങ്കിൽ ഒരു എൻട്രി ഓഫ് എ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്ന നമ്പർ ഓഫ് റോ ആൻഡ് ജെ എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളം. ഓക്കെ, എഴുതിക്കോളാം. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. AIJ is an element. AIJ is an element lying in the ith row and jth column. AIJ is an element lying in the ith row and jth column. Next point, the number of elements in an m by n matrix,
the number of elements in an m by n matrix will be equal to mn, will be equal to mn. The number of elements in an m by n matrix will be equal to mn. Aയുടെ order എന്തായിരുന്നു? 2 by 2 അല്ലേ? So what is the number of elements in A matrix A? 4. Okay, try the question. Construct a 3 by 2 matrix. Construct a 3 by 2 matrix. എങ്ങനെയാ 3 by 2 എന്ന് എഴുതണേ? 3 cross 2. Construct a 3 by 2 matrix whose elements are given by Aij equal 1 by 2 mod I minus 3j. 1 by 2 mod I minus 3j. എഴുതിയോ? Construct a 3 by 2 matrix whose elements are given by Aij equal 1 by 2 mod I minus 3j. So, നമുക്ക് മെട്രിക്സ് എ എങ്ങനെ എഴുതാം? എത്ര റോസ് ഉണ്ട്? 3 റോസ് ഉണ്ട്. 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 2 കോളംസ് ഉണ്ട്. ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? ഫസ്റ്റ് എലമെന്റ് ജനറൽ ഫോം എ പറയ് 1 A11. നെക്സ്റ്റ് A12. ഇവിടെ എലമെന്റ് ഉണ്ടോ? ഇല്ല, 2 കോളംസേ ഉള്ളൂ അല്ലെ? ഇനി നെക്സ്റ്റ് എലമെന്റ് ഇവിടെ പറഞ്ഞ എലമെന്റ് ഏതായിരിക്കും? A21 A22. ഇനി ഉണ്ടോ? A31 A32. ഇനി ഉണ്ടോ എലമെന്റ്സ്? ഇല്ല, ഇത്രയും എലമെന്റ്സ് ആണ് നമുക്കുള്ളത് അല്ലേ? സോ ദിസ് ഈസ് ആ മെട്രിക്സ് എ. ഇനി Aij is equal to 1 by 2 mod I minus 3j. നമുക്ക് ഈ ഓരോ എലമെന്റ്സും കണ്ടുപിടിക്കണം അല്ലെ? ഓരോ എലമെന്റ്സ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് മെട്രിക്സ് എ എഴുതാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാ കണ്ടുപിടിക്കുക? A11 എന്തായിരിക്കും പറഞ്ഞേ? 1 by 2 mod I minus 3j. I എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോ. ഏത് റോയിലാ A11 ഉള്ളത്? ഫസ്റ്റ് റോ. സോ 1 മൈനസ് 3j. 3 into ജെയുടെ വാല്യൂ എന്താ ഇവിടെ? 1. That is equal to 1 by 2 mod 1 minus 3. What is 1 minus 3? Minus 2. So 1 by 2 mod minus 2. What is mod minus 2? 2. That is 1 by 2 times 2, which is equal to 1. So A11 എന്താ? 1. ഇനി ബാക്കിയുള്ള എലമെന്റ്സ് ഒന്ന് കണ്ടുപിടിച്ചേ. കഴിഞ്ഞു.
വാട്ട് ഇസ് A12? A12 4. എങ്ങനെ കിട്ടിയ 1/2 മോഡ് ഐ എന്താ? ഐയുടെ വാല്യൂ എന്താ? 1 minus 3j. What is the value of j? 2. That is equal to 1/2 mod 1 minus, what is 3 into 2? 6. 1 minus 6 minus 5. Mod minus 5? 5. So 1/2 into 5 അല്ലേ, which is equal to 5/2. 5/2 ആണോ എല്ലാവർക്കും കിട്ടിയേ? Okay. Next, A21. A21 എന്താ കിട്ടിയേ? 1/2. നേഹ, A21 എന്താ കിട്ടിയേ? പറയ്. 1/2. A22. ആദിത്യ 2. Okay, correct. A31. മോനിക 0. അങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്? A21 is equal to 1/2 mod 2 minus 3. That is equal to 1/2 into 1. That is equal to 1/2. Next, A22 equal 1/2 mod 2 minus 3 into 2. That is 1/2 into 4, which is equal to 2. A31 equal 1/2 mod 3 minus 3. That is equal to 1/2 times 0, which is equal to 0. And A32 equal 1/2 mod 3 minus 3 into 2. That is 6. That is equal to 1/2 into 3, which is equal to 3/2. So, എല്ലാ എലമെന്റ്സും കിട്ടിയില്ലേ? So, what is matrix A? Matrix A equal, പറഞ്ഞേ. A11 is 1, then 5/2, 1/2, 2, 0 and 3/2. This is a required matrix. കിട്ടിയോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറ്റത്തോട്ട് എഴുതുന്നത്? കാണാവോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ എല്ലാവരും? Next heading, types of matrices. Types of matrices. Types of matrices. First one, column matrix. Column matrix. COLUMN. Column matrix. Column matrix. In the next line, write a matrix is said to be. A matrix is said to be a column matrix. A matrix is said to be a column matrix if it has only one column. If it has only one column. A matrix is said to be a column matrix if it has only one column. In next line, write in general, A is equal to matrix Aij of order m by 1. ബോർഡിലോട്ട് നോക്കണേ. Matrix Aij of order m by 1 is a column matrix of order m by 1. Of order m by 1. എഴുതിയോ? കഴിഞ്ഞോ? So what do you mean by
A column matrix എന്ന് പറഞ്ഞാൽ എന്താ? Matrix having only one column. ഒരു കോളം ഉണ്ടാകുള്ളൂ. റോസിന്റെ കാര്യമൊന്നും പറയുന്നില്ല. റോസ് എത്ര വേണമെങ്കിലും വരാം. ഓക്കെ, കോളം എത്ര എണ്ണേ വരാവുള്ളൂ? ഒരെണ്ണേ വരാവുള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ എന്ത് പറയാ? കോളം മെട്രിക്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാവോ കോളം മെട്രിക്സിന്? സപ്പോസ് എ മെട്രിക്സ് A is equal to 1 2 3. ഇതൊരു കോളം മെട്രിക്സ് അല്ലേ? എത്ര റോസ് ഉണ്ട്? 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 1 കോളം. നെക്സ്റ്റ് മെട്രിക്സ് B is equal to 2i 3. ഇതൊരു കോളം മെട്രിക്സ് അല്ലേ? എത്ര റോസ് ഉണ്ട്? 2. റോസിന്റെ നമ്പറിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര വേണമെങ്കിലും വരാം. കോളം എത്ര എണ്ണേ വരാവുള്ളൂ? ഒരെണ്ണേ വരാവുള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ എന്ത് പറയാ? കോളം മെട്രിക്സ് എന്ന് പറയാം. നമ്മൾ ജനറലി കോളം മെട്രിക്സിനെ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? AIJ മെട്രിക്സ് AIJ ഓർഡർ എന്തായിരിക്കും? m/1 ആയിരിക്കും. ഇത് നമ്പർ ഓഫ് റോസും ഇത് നമ്പർ ഓഫ് കോളമും ആണ് അല്ലെ? നമ്പർ ഓഫ് കോളംസ് എപ്പോഴും എന്ത് ആകാവുള്ളൂ? 1 വരാവുള്ളൂ. ഇത് എന്ത് വേണമെങ്കിലും വരാം. സോ വി ജനറലി റെപ്രസെന്റ് ദ നമ്പർ ഓഫ് റോസ് ആസ് m. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഹെഡിങ് റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്തായിരിക്കും റോ മെട്രിക്സ്? കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ കോളം. ഒരു കോളം ഉള്ള മെട്രിക്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് കോളം മെട്രിക്സ്. സോ വാട്ട് വിൽ ബി റോ മെട്രിക്സ്? എന്തായിരിക്കും റോ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ശരിയാ പറഞ്ഞു. എത്ര റോസ് ഉണ്ടായിരിക്കും? ഓൺലി 1 റോ അല്ലെ? അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് റോ മെട്രിക്സ്. സോ റൈറ്റ്, a matrix is said to be a row matrix if it has only one row. A matrix is said to be a row matrix if it has only one row. ഒരു എക്സാമ്പിൾ പറയാമോ റോ മെട്രിക്സിന്? ഒരു റോയെ ഉണ്ടാകാവുള്ളൂ അല്ലെ? മെട്രിക്സ് 1 5 3 7 ഇതൊരു റോ മെട്രിക്സ് അല്ലേ? എത്ര റോസ് ഉണ്ട്? 1 റോ. നമ്പർ ഓഫ് കോളംസ് 4. ക്ലിയർ ആണല്ലോ? സോ എങ്ങനെയാ നമുക്ക് ജനറലി എഴുതാൻ പറ്റുക റോ മെട്രിക്സിനെ? 1/m. അതായത് മെട്രിക്സ് B is equal to Bij of order 1/n. ഇങ്ങനെ എഴുതാൻ പറ്റുക. ഇവിടെ നമ്മൾ മെട്രിക്സ് A എന്ന് എടുത്തുകൊണ്ടാണ് എലമെന്റ് Aij എന്ന് എഴുതിയത്. ഇവിടെ B എന്ന് എടുത്തുകൊണ്ടാണ് ഇവിടെ സ്മോൾ ലെറ്റർ B എഴുതിയത് കേട്ടോ. Bij of order 1/n. കഴിഞ്ഞോ? നെക്സ്റ്റ് ഹെഡിങ് സ്ക്വയർ മെട്രിക്സ്. Square matrix. A matrix having equal number of rows. A matrix having equal number of rows and columns is called a square matrix. Matrix having equal number of rows and columns is called a square matrix. ഒരു എക്സാമ്പിൾ പറയാമോ സ്ക്വയർ മെട്രിക്സിന്? ഓർഡർ എങ്ങനെയായിരിക്കും സ്ക്വയർ മെട്രിക്സിന് വരിക? ജനറലി നമ്മളൊരു മെട്രിക്സിന്റെ ഓർഡർ m/n എന്ന് എഴുതുക അല്ലെ? m/n എന്നാണ് ഓർഡർ എഴുതുക. ഇനി സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? നമ്പർ ഓഫ് റോസ് വിൽ ബി ഈക്വൽ ടു
the number of columns, that is m is equal to n. അല്ലേ? m is equal to n ആയിരിക്കും for a square matrix. So നമ്മൾ പറയാ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് ഓഫ് ഓർഡർ n എന്നേ പറയുള്ളൂ. ഓക്കെ, സപ്പോസ് എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. നേരത്തെ നമ്മൾ m by n രണ്ട് എന്താ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സ്പെസിഫൈ ചെയ്യായിരുന്നു. പക്ഷെ ഫോർ എ സ്ക്വയർ മെട്രിക്സ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദി നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അണ്ടർസ്റ്റുഡ് ആണ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. സോ നമ്മൾ എന്തേ പറയുള്ളൂ? ജസ്റ്റ് ഓഫ് ഓർഡർ n എന്നേ പറയുള്ളൂ. കിട്ടിയോ? ഇല്ല, n ഓഫ് ഓർഡർ n. ഓക്കെ, കിട്ടിയില്ല. n by n ജനറലി നമ്മൾ പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആക്കി എഴുതിക്കോ. An m by n matrix, an m by n matrix is said to be a square matrix. An m by n matrix is said to be a square matrix if m is equal to n. If m is equal to n, an m by n matrix is said to be a square matrix if m is equal to n and is known as a square matrix of order n. Of order n. ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എക്സാമ്പിൾ പറയാമോ? വസു ഒരു എക്സാമ്പിൾ പറഞ്ഞേ. 2 3 4 5 കഴിഞ്ഞോ? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണോ? ആണോ വിമൽ? സ്ക്വയർ മെട്രിക്സ് ആണോ? വൈ? ഇവിടെ നമ്പർ ഓഫ് റോസ് എത്രയാ? 2. നമ്പർ ഓഫ് കോളംസ് എത്രയാ? അതും 2 അല്ലെ? സോ ഓർഡർ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, പറയുമ്പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയും. ദിസ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. കിട്ടിയോ? റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ്. Diagonal matrix. Diagonal matrix. A square matrix capital B is equal to matrix Bij of order m by m. A square matrix capital B is equal to matrix Bij order m by m is said to be a diagonal matrix. Is said to be a diagonal matrix. Is said to be a diagonal matrix if all its non-diagonal elements are 0. If all its non-diagonal elements are 0. എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പറ, എന്താ നമ്മൾ എഴുതിയേ? സ്ക്വയർ മെട്രിക്സ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം അല്ലെ? പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്താണ് നോൺ ഡയഗണൽ എലമെന്റ്സ്? ഡയഗണൽ എലമെന്റ്സ് എന്താ? ഈ ഡയഗണലിൽ വരുന്ന എലമെന്റ്സിനെയാണ് എന്ത് പറയാ? ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയാം.
അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത എല്ലാം എന്ത് വരണം? 0 വരണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാവോ? ഇപ്പോൾ ബി ഈസ് ഈക്വൽ ടു 1 0 0 2. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണോ? ആണ്. ഇതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് അല്ലെ. ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലോ 7 0 0 0 -1 0 0 0 3. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണോ? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണോ? ഇവിടെയും ഡയഗണൽ എലമെന്റ്സ് മാത്രമാണ് നോൺ സീറോ എൻട്രി. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എങ്ങനെയാണ്? സീറോസ് ആണ്. എക്സാമ്പിൾ എഴുതിക്കോളൂ. ഇതാണ് മെയിൻ ഡയഗണൽ. അങ്ങനെയും വരാം. ഇപ്പൊ രണ്ടും കൂടെ അറ്റ് ടൈം വരരുതെന്നേ ഉള്ളൂ. എഴുതിക്കും. എക്സാമ്പിൾ നിങ്ങൾ തനിയെ എഴുതിക്കോ കേട്ടോ. നിങ്ങളുടെ തന്നെ എക്സാമ്പിൾസ് എഴുതിക്കും. എഴുതിയോ? മാത്സോ? മൺഡേ. എഴുതിയോ? നെക്സ്റ്റ് പോയിന്റ് ആക്കി എഴുതാം. എ മെട്രിക്സ് B is equal to matrix Bij of order m by m. ഇങ്ങനെ എഴുതണേ. matrix Bij of order m by m is said to be a diagonal matrix if Bij equal to 0. If Bij equal to 0, if Bij equal to 0 for I not equal to j. For I not equal to j. Bij equal to 0 for I not equal to j. എഴുതിയോ? തിരിച്ചു വരുന്ന എടുക്കണ്ട കേട്ടോ. തിരിച്ചു വരുന്ന എടുക്കാൻ പറ്റില്ല. മെയിൻ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കാം. ഞാനൊരു 2x2 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതാണ്. എങ്ങനെയാ വരാ? A11 A12 A21 A22. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓൺലൈൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ സൈഡിൽ എഴുതുന്നത് കാണാം. സോ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. 2x2 സ്ക്വയർ മെട്രിക്സ് ആണ്. A11 A12 A21 A22. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആവാനായിട്ടുള്ള കണ്ടീഷൻ എന്താ? Bij equal to 0 for all I not equal to j. I not equal to j ആവുന്ന കേസിലെല്ലാം എന്തായിരിക്കണം? Bij 0 ആയിരിക്കണം. നോക്കൂ, I equal to j വരുന്ന കേസ് ഏതാ? ഇത്. ഈ രണ്ട് കേസിലാണ് I is equal to j വരുന്നത് അല്ലെ? സോ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ ഫോർ ഡയഗണൽ മെട്രിക്സ്. ക്ലിയർ ആണോ? സോ ഈ രണ്ട് എലമെന്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇസ് എ ഡയഗണൽ മെട്രിക്സ്. ഒരു 4x4 മെട്രിക്സ് എടുത്തേ. 4x4 മെട്രിക്സ് അതിനെങ്ങനെയായിരിക്കും വരാ? 4x4 സ്ക്വയർ മെട്രിക്സ് എൻട്രീസ് എന്തൊക്കെയായിരിക്കും? ജനറൽ ടേം പറഞ്ഞാൽ മതിയേ. പറഞ്ഞേ. ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും ഫോർ എ 4x4 മെട്രിക്സ്? A11 A12 A13 A14. നെക്സ്റ്റ് A21 A22 A23 A24. നെക്സ്റ്റ് A31 A32 A33
A34. Next, A41, A42, A43, A44. ഇനിയുണ്ടോ എലമെന്റ്സ്? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഏതൊക്കെ എലമെന്റ്സ് ആണ് നോൺ സീറോ വരാ? I equal to j വരുന്ന ഏതൊക്കെയാ? A11, A22, A33, A44. ഇത്രയും എലമെന്റ്സ് എന്ത് വരില്ല? സീറോ വരില്ല. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എന്ത് വരണം? സീറോ വരണം അല്ലേ? സോ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയഗണൽ മെട്രിക്സ്. കിട്ടിയോ? നെക്സ്റ്റ് ഹെഡിങ് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ്. Scalar matrix. A diagonal matrix is said to be a scalar matrix. A diagonal matrix is said to be a scalar matrix if its diagonal elements are equal. A diagonal matrix is said to be a scalar matrix if its diagonal elements are equal. That is a square matrix. Capital B is equal to Bij of order m by m. Matrix capital B is equal to matrix Bij of order m by m is said to be a scalar matrix. If Bij equal to 0 for I not equal to j. Bij equal to 0 for I not equal to j. Bij is equal to k. For I is equal to j. Bij is equal to k for I equal to j, comma, for some constant k. കഴിഞ്ഞോ? What do you mean by scalar matrix? എന്താണ് scalar matrix? It is a diagonal matrix. Scalar matrix എന്ന് പറഞ്ഞാൽ എന്താ? Diagonal matrix ആണ്. Diagonal matrix എന്തായിരുന്നു? Diagonal elements മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ സ്കെയിലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? സീറോയ്ക്ക് പകരമല്ല കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞു നോൺ സീറോ എലമെന്റ്സ് ഏതായിരിക്കും? ഡയഗണൽ എലമെന്റ്സ് മാത്രമായിരിക്കും നോൺ സീറോ എലമെന്റ്സ് ഉണ്ടാവുക ഡയഗണൽ മെട്രിക്സിൽ. സ്കെയിലാർ മെട്രിക്സിൽ വരുമ്പോഴത്തേക്ക് എന്താ? ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ 4x4 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു k എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ k0 0 0 0 k0 0 0 0 k0 0 0 0 k ഇങ്ങനെയായിരിക്കും വരാം. ഈ k എന്ന് പറയുന്നത് ഏതൊരു നമ്പർ വേണമെങ്കിലും വരാം. ഓക്കെ, ഇങ്ങനെയുള്ള എലമെന്റ്സ്, ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ വേണമെങ്കിൽ എല്ലാ kയുടെ സ്ഥാനത്ത് 1 വരാം, 1 1 1 1 2 വരാം, 3 വരാം, ഏത് നമ്പർ വേണമെങ്കിലും വരാം. ഓക്കെ, അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് വി കോൾ ഇറ്റ് ആസ്
സ്കെയിലാർ മെട്രിക്സ്. കിട്ടിയോ? അതാണ് അവിടെ എഴുതിയേക്കുന്നത്. Bij equal to 0 when I not equal to j. നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കണ്ടീഷനാ. I not equal to j വരുന്ന കേസിലെല്ലാം എന്തായിരിക്കും Bij? എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു I equal to j എപ്പോഴാ വരാ? 1 1 2 2 3 3 4 4. ഇതാണ് നമ്മൾ പറഞ്ഞ I is equal to j. ഓക്കെ, I is equal to j അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ I equal to j ആണോ? അല്ല. ഇവിടെയാണോ? അല്ല. ഇവിടെയൊക്കെ നമ്മൾ 0 അല്ലേ എഴുതിയേക്കുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? Bij ഈക്വൽ ടു k ഫോർ I is equal to j. I ഈക്വൽ ടു j വരുന്ന കേസിലെല്ലാം എന്തായിരിക്കും? k ആയിരിക്കും. അതായത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതായത് I ഈക്വൽ ടു j. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെയും 1 ആയിരിക്കണം. ഇവിടെയും 1 ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് we call it as scalar matrix. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ എഴുതിക്കും. കഴിഞ്ഞോ? നിങ്ങൾ എല്ലാവരും കഴിഞ്ഞോ? ആദിത്യ, മോനിക, നേഹ കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ്. Identity matrix. A square matrix in which elements in the diagonal are all one and rest are all zero is called an identity matrix. A square matrix in which elements in the diagonal are all 1 and rest are all 0 is called an identity matrix. In the next line, write the square matrix A equal matrix Aij of order n by n. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ n by n എന്ന് എഴുതും. അല്ലാത്ത ടൈമിൽ നമ്മൾ എന്താ പറയാ? സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. കേട്ടോ? A is equal to matrix Aij of order n by n is an identity matrix if Aij equal 1 if I equal j and 0 if I not equal to j. One if I is equal to j and 0 if I not equal to j.
Next point, the identity matrix of order n, small letter n. The identity matrix of order n is denoted by in. Is denoted by in. മേളിൽ തന്നെ വേണ്ട, നേരത്തെ എഴുതി തന്നെ എഴുതിയോ? എന്താ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതൊരു എക്സാമ്പിളാണ് ഡയഗണൽ മെട്രിക്സിന്റെ. ഇത് നമ്മൾ സ്കെയിലാർ മെട്രിക്സിന് എക്സാമ്പിൾ പറഞ്ഞതാ. സ്കെയിലാർ മെട്രിക്സിൽ തന്നെ എൻട്രീസ് എല്ലാം 1 ആകുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 എന്തായിരിക്കും? സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1 എന്ന് പറഞ്ഞാൽ എത്ര എലമെന്റ്സ് എന്തായിരിക്കും? ഒറ്റ എലമെന്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ആണ് ഐ ഓർഡർ 1 ആയത് കാരണം നമ്മൾ എങ്ങനെ എഴുതും? I1 എന്ന് എഴുതും. I1 എന്താ? മെട്രിക്സ് 1. ഇതാണ് I1. I2 എന്ന് പറഞ്ഞാൽ ഓർഡർ എന്തായിരിക്കും? 2/2 ആയിരിക്കും അല്ലെ? 2 റോസും ഉണ്ടായിരിക്കും, 2 കോളംസും ഉണ്ടായിരിക്കും. അതിൽ ഡയഗണൽ എലിമെന്റ്സ് എന്തായിരിക്കും? 1 ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. കിട്ടിയോ? I3 എന്തായിരിക്കും? 3 റോസും 3 കോളംസും ഉണ്ടായിരിക്കും അല്ലെ? സോ 1 1 1 ഇങ്ങനെ വരും, ബാക്കി എലമെന്റ്സ് എല്ലാം 0. I4 എന്തായിരിക്കും? I4 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1. ഓക്കെ, ഇങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. I5 I6 I7 എല്ലാം എഴുതാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഇപ്പൊ നമ്മൾ എത്ര മെട്രിക്സ് പഠിച്ചു? ആദ്യം പഠിച്ച മെട്രിക്സ് ഏതാ? കോളം മെട്രിക്സ്. വാട്ട് ഈസ് എ കോളം മെട്രിക്സ്? മെട്രിക്സ് ഹാവിംഗ് ഓൺലി 1 കോളം. ഒരു കോളം ഉള്ള മെട്രിക്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് കോളം മെട്രിക്സ്. നെക്സ്റ്റ് എന്താ പഠിച്ചേ? റോ മെട്രിക്സ്. വാട്ട് ഈസ് എ റോ മെട്രിക്സ്? മെട്രിക്സ് ഹാവിംഗ് ഓൺലി 1 റോ. ഒരു റോ ഉള്ള മെട്രിക്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് റോ മെട്രിക്സ്. നെക്സ്റ്റ് എന്താ പഠിച്ചേ? സ്ക്വയർ മെട്രിക്സ്. വാട്ട് ഈസ് എ സ്ക്വയർ മെട്രിക്സ്? മെട്രിക്സ് ഹാവിംഗ് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് we call it as square matrix. Next എന്താ പഠിച്ചേ? diagonal matrix. What is a diagonal matrix? All the diagonal elements will be non-zero. Non-diagonal elements എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് we call it as diagonal matrix. Next പഠിച്ചേ എന്താ? scalar matrix. What is a scalar matrix? All the diagonal elements are equal. It is a diagonal matrix having all the diagonal elements equal. Diagonal matrix എന്നുള്ളത് എടുത്തു പറയണം അല്ലെ? നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും വരിക? സീറോസ് ആയിരിക്കും വരിക. ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് we call it as scalar matrix. Next പഠിച്ച എന്താ? identity matrix. What is an identity matrix? Square matrix having all its diagonal elements are 1. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് we call it as identity matrix. Next heading, zero matrix. Zero matrix.
zero matrix. A matrix is said to be a matrix is said to be a matrix is said to be zero matrix. A matrix is said to be zero matrix or null matrix. A matrix is said to be zero matrix or null matrix if all its elements are zero. If all its elements are zero. So zero matrix is also known as null matrix. എന്താണ് zero matrix അല്ലെങ്കിൽ null matrix എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all the elements will be equal to zero. എങ്ങനെയായിരിക്കും വേറെ ഒരു എക്സാമ്പിൾ പറയാമോ? ഓഫ് ഓർഡർ 1 ആണെങ്കിലോ ഇതായിരിക്കും. ഓഫ് ഓർഡർ 2 0 0. എല്ലാ എലമെന്റ്സും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിക്കേ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? റീഡ് ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ഹെഡിങ് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. Equality of matrices. Definition. Two matrices A equal Aij. Two matrices A equal Aij and B equal Bij. Two matrices A equal Aij and B equal Bij are said to be equal. Are said to be equal if first point they are of the same order. They are of the same order. Two matrices A is equal to Aij and B is equal to matrix Bij are said to be equal if first point they are of the same order. Next point, each element of capital A is equal to the corresponding element of capital B. Each element of capital A is equal to the corresponding element of capital B. Corresponding element of capital B. That is Aij equal Bij. That is Aij equal Bij for all I and j. That is Aij equal to Bij for all I and j.
എഴുതിയോ? എന്താണ് ഈക്വൽ മെട്രിസസ് എന്ന് പറയുന്നത്? രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ എന്ന് പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഓർഡർ സെയിം ആയിരിക്കണം. ഇപ്പൊ സപ്പോസ് ഞാനൊരു 2x2 മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണ്. ഇപ്പൊ എ ഈക്വൽ ബി ആണെന്ന് വിചാരിക്കുക. ഗിവൺ എ ഈക്വൽ ടു ബി, അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. അപ്പോ മെട്രിക്സ് എ ഇസ് ഓഫ് ഓർഡർ 2/3. ഓർഡർ 2/3 ആണെങ്കിൽ ബിന്റെ ഓർഡർ എന്തായിരിക്കണം? 2/3 ആയിരിക്കണം. സോ എ എന്ന് പറയുന്നത് A11 2/3 ആണ്. സോ ബിയും 2/3 തന്നെ ആയിരിക്കണം. A11 A12 A13 A21 A22 A23 ആൻഡ് ബി എന്ന് പറയുന്നത് B11 B12 B13 B21 B21 B22 B23. സോ എന്താണ് കണ്ടീഷൻ? A11 എന്തിനോട് ഈക്വൽ ആയിരിക്കണം? B11നോട് തന്നെ ഈക്വൽ ആയിരിക്കണം. സപ്പോസ് ഇവിടെ 1 2 3 അങ്ങനെയാണ്. സപ്പോസ് എലമെന്റ്സ് 1 2 3 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 1 2 3 തന്നെ വരണം. സെയിം ഓർഡറിൽ തന്നെ വരണം. ഒരിക്കലും 2 1 3 അങ്ങനെയൊന്നും വരാൻ പാടില്ല. ജസ്റ്റ് എലമെന്റ്സ് എല്ലാം സെയിം, ആ ഓർഡർ മാറിയിട്ടുള്ളൂ, അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 തന്നെ ആയിരിക്കണം. അതാണ് A11 ഈക്വൽ B11. അതേപോലെ തന്നെ A12 ഈക്വൽ B12. ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? AIJ ഈക്വൽ BIJ. കിട്ടിയോ? രണ്ട് മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ രണ്ട് മെട്രിസസിന്റെയും ഓർഡർ സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. Okay, what is the next condition? All the corresponding elements of the first matrix must be equal to the corresponding element of the second matrix. Okay, ഒരു question എഴുതിക്കോ. If matrix x plus 3 z plus 4 2y minus 7 minus 6 a minus 1 0 b minus 3 minus 21 0 equal to 0 6 3y minus 2 minus 6 minus 3 2c plus 2 2b plus 4 minus 21 0. Find the values of a, b, c, x, y and z. ഏതാണ്? z plus 4.
കിട്ടിയോ? ആൻസർ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? എങ്ങനെയാ കണ്ടുപിടിക്കുക? Given that these two matrices are equal, അല്ലേ? So the corresponding elements അല്ലെങ്കിൽ corresponding entries will also be equal. Corresponding elements equal ആയിരിക്കും അല്ലേ? So ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന ആരാ? ഫസ്റ്റ് മാട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് is x plus 3 അല്ലേ? So this will be equal to this 0, which implies x is equal to minus 3. എല്ലാവർക്കും കിട്ടിയോ? Next, z plus 4 is equal to first row second element. So ഇവിടുത്തെ first row second element is 6. So z plus 4 is equal to 6. So what will be z? 6 minus 4, that is equal to 2. കിട്ടിയോ? Next, minus 6 ഇത് നോക്കാം. a minus 1. a minus 1 will be equal to minus 3, which implies a is equal to minus 3 plus 1, that is equal to minus 2. Next, 0 is equal to 2c plus 2. 2c plus 2 equals 0, that implies 2c equal minus 2, which implies c equal minus 1. Okay. Next, b minus 3 is equal to, b minus 3 equal 2b plus 4, that implies minus 3 minus 4 equal 2b minus b. അല്ലേ? That is 2b minus b is b. b equal minus 7. കിട്ടിയോ? ഇനി എന്താ ഉള്ളത്? 2y minus 7. 2y minus 7 equal 3y minus 2. So minus 7 plus 2 equal 3y minus 2y. 3y minus 2y എന്താ? y. Minus 7 plus 2 minus 5. എല്ലാം ആയില്ലേ? a is equal to minus 2, b is equal to minus 7, c is equal to minus 1, x equal minus 3, y equal minus 5, z is equal to 2. കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? ആദിത്യ, നേഹ, മോനിക കിട്ടിയോ? എക്സസൈസ് ക്വസ്റ്റ്യൻസ് എടുത്ത് 3.1. എക്സസൈസ് 3.1. Question number 1 and question number 4 homework ആണ്. Also 6. 1, 4, 1, 4 അല്ല 5 അല്ലേ? 5 അല്ലേ ഞാനിപ്പോൾ പറഞ്ഞേ? 1, 5, 6. എക്സസൈസ് 3.1 1, 5, 6 ഈ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും എഴുതിക്കൊണ്ട് വരാം കേട്ടോ. നോട്ട് ചെയ്തോ? ഇന്നത്തെ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം. താങ്ക് യു.